നമസ്കാരം. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറിയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ തെരഞ്ഞെടുക്കാനുള്ള തീരുമാനം അവസാന നിമിഷമാണ് ഉണ്ടാവുന്നത്. ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് നിയമസഭാ യോഗം വിളിക്കുമ്പോൾ പോലും രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ കെ.സി. വേണുഗോപാലായിരുന്നു. കെ.സി. വേണുഗോപാലിനും അദ്ദേഹത്തിൻ്റെ വിശ്വസ്തർക്കും ഉറച്ച വിശ്വാസമായിരുന്നു മുഖ്യമന്ത്രി കസേരയിൽ എത്തുമെന്ന കാര്യത്തിൽ. രാഹുൽ ഗാന്ധി പൂർണ്ണമായും തീരുമാനിച്ചത് കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനാണ്. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ അവസാന നിമിഷം മനസ്സില്ലാ മനസ്സോടെ രാഹുൽ ഗാന്ധി സമ്മതിക്കുകയായിരുന്നു വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ. മുൻകൂട്ടി അറിയിച്ചതുപോലെ ഉച്ചയ്ക്ക് 12 മണിക്ക് വി.ഡി. സതീശനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് ACC പ്രതിനിധി ദീപാദാസ് മുൻഷി പ്രഖ്യാപിക്കുകയായിരുന്നു. വി.ഡി. സതീശൻ ക്യാമ്പിൽ ആഹ്ലാദ തിരമാല കത്തിപ്പടർന്നു. വി.ഡി. സതീശനെ തോളിലേറ്റിക്കൊണ്ട് ആരാധകർ ആഹ്ലാദ നൃത്തം ചവിട്ടുന്നു. AICCയുടെ തീരുമാനത്തെ ശിരസ വഹിക്കുമെന്നും സന്തോഷത്തോടെ അംഗീകരിക്കുമെന്നും പറഞ്ഞ് കെ.സി. വേണുഗോപാൽ ആത്മവിശ്വാസത്തോടെയുള്ള നീണ്ട പോരാട്ടം അവസാനിപ്പിച്ചു. എന്നാൽ ഇവിടെ ഒരിടത്തും രമേശ് ചെന്നിത്തലയുടെ ചിത്രം വ്യക്തമല്ല. ചെന്നിത്തല ഇതുവരെ പൂർണ്ണമായും കീഴടങ്ങിയിട്ടില്ല. സതീശന് മുഖ്യമന്ത്രി സ്ഥാനം മാത്രമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് താൻ ഒരു കാരണവശാലും വിട്ടുതരില്ല എന്ന് സതീശൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതേക്കുറിച്ചുള്ള ചർച്ചകൾ പിന്നീടാവും. തൽക്കാലം മുഖ്യമന്ത്രി സതീശനും മന്ത്രിമാരായി ഘടകകക്ഷി നേതാക്കളും ചുമതലയേൽക്കും. ഘടകകക്ഷികൾക്ക് എത്ര മന്ത്രിമാരെ കൊടുക്കണമെന്നതും ആരൊക്കെ ഏത് വകുപ്പ് കൊടുക്കണമെന്നതുമൊക്കെ നീണ്ട ചർച്ചകൾക്ക് ശേഷം മാത്രം സംഭവിക്കുന്നതാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. താൻ മന്ത്രിസഭയിലേക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ രമേശിൻ്റെ ഇപ്പോഴത്തെ വികാരത്തിൻ്റെ പുറത്തുള്ള പ്രകടനമായി കണക്കാക്കി രമേശുമായി നിരന്തരം ചർച്ച ചെയ്ത് രമേശിനെ സമാശ്വസിപ്പിക്കാം എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. രമേശ് ഒരു തരത്തിലും വഴങ്ങുന്നില്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി പദവി AP അനിൽകുമാറിനോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും കൊടുക്കുന്നത്. വി.ഡി. സതീശന് ഒരു കാരണവശാലും ആഭ്യന്തര വകുപ്പ് കൊടുക്കില്ല എന്ന പിടിവാശി കെ.സി. വേണുഗോപാലിനുണ്ട്. കെ.സി. വേണുഗോപാൽ ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഒരുങ്ങില്ല. എന്നാൽ സതീശന് ആഭ്യന്തരമന്ത്രി പദവി വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് കടുംപിടുത്തം പിടിക്കുന്നത് വീണ്ടും പ്രതിസന്ധി മൂർച്ഛിപ്പിക്കും. രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനും ആഭ്യന്തരമന്ത്രി പദവി ഏറ്റെടുക്കാനുമുള്ള അനുനയ ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് ഹൈക്കമാൻഡ്. ACC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ മുഖ്യമന്ത്രിയാകും എന്ന് കണക്കാക്കിയ കെ.സി. വേണുഗോപാലിന് നിരാശയുണ്ടെങ്കിലും വേണുവിൻ്റെ സ്വാധീനം ഉറപ്പിക്കുന്ന തരത്തിലായിരിക്കും മന്ത്രിസഭ രൂപീകരണം നടക്കുന്നത്. വേണു ഉന്നതമായ പദവിയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ തൽക്കാലം അതിൽ തുടരുന്നതിന് കോട്ടമില്ല. എന്നാൽ കെ.സി. വേണുഗോപാലിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായി ഇത് വിലയിരുത്തപ്പെടുന്നു. ഇനി ഹൈക്കമാൻഡല്ല ലോ കമാൻഡാണ് എന്ന തരത്തിലുള്ള ട്രോളുകൾ വന്നു തുടങ്ങി. ഹൈക്കമാൻഡിനോ ദേശീയ നേതൃത്വത്തിനോ യാതൊരു വിധത്തിലും താല്പര്യമുണ്ടായിരുന്നില്ല വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ. എന്നാൽ ജനരോഷത്തിന് മുൻപിൽ പൂർണ്ണമായും കീഴടങ്ങുകയായിരുന്നു. കെ.സി. വേണുഗോപാലിനെ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് ലീഗ് നേതൃത്വം അറിയിച്ചതോടെയാണ് അനിശ്ചിതത്വം നീണ്ടതും ഒടുവിൽ ജനരോഷത്തിനും ലീഗിന്റെ സമ്മർദ്ദത്തിനും വഴങ്ങി വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നതും. ഹൈക്കമാൻഡിന്റെ ചരിത്രത്തിൽ ഇതാദ്യമാണ് ഇങ്ങനെയൊരു സംഭവം. രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ഹൈക്കമാൻഡിന് താല്പര്യം സച്ചിൻ പൈലറ്റിനോടായിരുന്നു. രാഹുൽ ഗാന്ധി സച്ചിൻ പൈലറ്റിന് വേണ്ടി നിലയുറപ്പിച്ചു. പക്ഷേ MLA-മാരുടെ പിന്തുണ ഗെഹ്ലോട്ടിനായിരുന്നു. അങ്ങനെയാണ് മനസ്സിലാ മനസ്സോടെ ഗെഹ്ലോട്ടിന് കീഴടങ്ങിയത്. എന്നാൽ ഇവിടെ 63 MLA-മാരിൽ 47 പേരുടെയും പിന്തുണ കെ.സി. വേണുഗോപാലിനായിരുന്നു. എന്നിട്ടും ജനരോഷവും ലീഗിൻ്റെ അതിശക്തമായ ഇടപെടലും മൂലം രാഹുൽ ഗാന്ധിക്ക് തിരുത്തേണ്ടി വന്നു. വാസ്തവത്തിൽ ജനഹിതത്തിൻ്റെ സമ്പൂർണ്ണമായ വിജയമാണ് ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. ജനങ്ങൾ ഒന്നടങ്കം വി.ഡി. സതീശന് വേണ്ടി അണിനിരന്നു. കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, കോൺഗ്രസിന് വോട്ട് ചെയ്ത സാധാരണക്കാരും വി.ഡി. അല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിയെ സങ്കല്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിലപാടെടുത്തു. വി.ഡിയെ പിന്തുണയ്ക്കാതെ കെ.സിയെ പിന്തുണച്ച MLA-മാരെ ജനക്കൂട്ടം വഴിയിൽ തടഞ്ഞ് ചോദ്യം ചെയ്തു. എന്തിനേറെ ബെന്നി ബെഹനാനെ പോലുള്ള MP-മാർക്ക് പോലും വഴിയിലിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. വാ തുറക്കാതിരുന്നിട്ടും നിങ്ങളുടെ പിന്തുണ ആർക്കെന്ന് പരസ്യമായി പറയണം എന്ന് പറഞ്ഞ് ജനം വിചാരണ ചെയ്യാൻ തുടങ്ങി. ലീഗ് നേതൃത്വം ഇടക്കാലത്തെ ഒരു വൻ വ്യവസായിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് കെ.സി. വേണുഗോപാലിന് അനുകൂലമായി മാറിയതായിരുന്നു. പക്ഷേ ലീഗ് അണികൾ അവരെ ഇരുത്തിപ്പൊറിപ്പിച്ചില്ല. ലീഗ് അണികളുടെ അതിശക്തമായ സമ്മർദ്ദം കൂടിയായതോടെ പാണക്കാട് തങ്ങൾ തന്നെ വി.ഡി. സതീശന് വേണ്ടി രംഗത്തിറങ്ങിയായിരുന്നു. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ കാണിച്ചു തരാം എന്ന ലീഗ് അണികൾ ലീഗ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് പറഞ്ഞ സാഹചര്യം അവരെ പോലും ആശങ്കപ്പെടുത്തി. അങ്ങനെയാണ് അവസാന നിമിഷം അട്ടിമറി ഉണ്ടാവുന്നത്. AICC നേതൃത്വം കെ.സി. വേണുഗോപാൽ എന്ന് തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. ഈ ആത്മവിശ്വാസം കെ.സിക്കും കെ.സിയെ പിന്തുണയ്ക്കുന്നവർക്കും ഉണ്ടായിരുന്നു. വി.ഡി. സതീശനൊപ്പം മാനസികമായി നിൽക്കുന്നവർ പോലും കെ.സിയെ പിന്തുണച്ചത് കെ.സിയുടെ ഹൈക്കമാൻഡിലെ സ്വാധീനം മൂലമായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി മിനിഞ്ഞാന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ
പ്രിയങ്ക ഗാന്ധിയെ വിളിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയോടെ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. വി ഡി സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണം, അല്ലെങ്കിൽ അടുത്ത തവണ വയനാട് ജയിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. കെ സി വേണുഗോപാൽ മത്സരിക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ തോൽവി ഉറപ്പാണ്, ഞങ്ങളെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തീർത്തു പറയുന്നു. മന്ത്രിസഭയിൽ ചേരാതെ മാറി നിൽക്കുന്നതിനെക്കുറിച്ച് പോലും ആലോചനയുണ്ട് എന്ന് പാണക്കാട് തങ്ങൾ പ്രിയങ്ക ഗാന്ധി അറിയിക്കുന്നു. പ്രിയങ്ക ഗാന്ധി തങ്ങളുടെ ഫോൺ സോണിയാഗാന്ധി ഏൽപ്പിക്കുന്നു. ആരോഗ്യമായി നല്ല നിലയിലല്ലാതിരുന്നിട്ടും സോണിയാഗാന്ധി അനുനയത്തിന് ശ്രമിക്കുന്നു. പക്ഷേ തങ്ങൾ വഴങ്ങുന്നില്ല. മിനിഞ്ഞാന്ന് രാത്രിയിലാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെയാണ് ഇന്നലത്തെ പ്രഖ്യാപനം അനിശ്ചിതത്വത്തിലാകുന്നതും ആത്മവിശ്വാസത്തോടെ വി ഡി സതീശൻ ആലുവയിലെ വീട്ടിലെത്തുന്നതും. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കപ്പെടും എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ആയിരക്കണക്കിന് ആരാധകർ ദേശത്തെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. പക്ഷേ രാഹുൽ ഗാന്ധി വിട്ടുകൊടുക്കാൻ ഒരുക്കമായിരുന്നില്ല. തൻ്റെ വിശ്വസ്തനായ കെ സി വേണുഗോപാലിനെ അപമാനിക്കാൻ പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞു. ഇവിടെയാണ് സോണിയാഗാന്ധി മറ്റൊരു നിർദ്ദേശം വെക്കുന്നത്. കെ സി വേണുഗോപാലിനെ അനുവദിക്കില്ല എന്ന് ലീഗ് പറയുമ്പോൾ അവർ ഉന്നയിച്ച വാദം തെരഞ്ഞെടുക്കപ്പെട്ട ആൾ മതി, ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയാക്കിയാൽ എന്താണ് കുഴപ്പം എന്ന നിർദ്ദേശം സോണിയാഗാന്ധി വയ്ക്കുന്നു. ഇന്നലെ രാത്രി ചർച്ചകൾ മുഴുവൻ അതായിരുന്നു. എന്നാൽ വി ഡി സതീശൻ അല്പം പോലും വഴങ്ങിയില്ല. ഇന്ന് ഒരു ഫോർമുല കൂടി മുമ്പോട്ട് വെച്ചു. രമേശ് ചെന്നിത്തല ആദ്യത്തെ 2.5 വർഷവും പിന്നീടുള്ള 2.5 വർഷം വി ഡി സതീശനും എന്ന ഫോർമുല. എന്നാൽ വി ഡി സതീശൻ വഴങ്ങിയില്ല. താൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി, ഒരു ടേമിനും വഴങ്ങില്ല എന്ന് തീർത്തു പറഞ്ഞു. ഇതോടുകൂടിയാണ് വി ഡി സതീശൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിയുന്നത്. ഈ സാഹചര്യത്തിൽ മറ്റൊരു നിവൃത്തിയുമില്ലാതാണ് ഹൈക്കമാൻഡ് സതീശന് മുൻപിൽ കീഴടങ്ങിയത്. ഇനി എന്തൊക്കെ സംഭവിക്കുന്നറിയാൻ കേരളം ഉറ്റുനോക്കുകയാണ്. കെ സി വേണുഗോപാൽ കരുത്തനായി ഡൽഹിയിൽ തന്നെ ഉണ്ടാവും. രമേശ് ചെന്നിത്തല പുറത്താണെങ്കിലും അകത്താണെങ്കിലും സതീശൻ തലവേദന ഉണ്ടാക്കും. സതീശൻ്റെ ആകെ പ്രതീക്ഷ ലീഗിൻ്റെയും മറ്റ് ഘടകകക്ഷികളുടെയും പിന്തുണ മാത്രമാണ്.